CK അഭിലാൽ കൂടിയുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. അഭിലാൽ, രാഹുൽ മാങ്കൂട്ടം കുറച്ച് പറഞ്ഞു നിൽക്കാൻ ശ്രമിച്ചു, പക്ഷേ വളരെ ദുർബലമായിരുന്നു രാഹുലിൻ്റെ വാദങ്ങൾ. അത് കേൾക്കുന്ന ആർക്കും അറിയാം. പുറത്തു പോകുന്നതിന് മുൻപ് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് വിശ്വാസയോഗ്യമല്ല. ഏത് ചാറ്റ്, എന്ത് ചാറ്റ്, ഇതിലൊന്നും ആരും പരാതിക്കാരില്ലല്ലോ തുടങ്ങിയ വാദങ്ങളാണ് അദ്ദേഹം മുൻനിർത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് കൃത്യമായ തീരുമാനം പാർട്ടി അറിയിച്ചിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? മുകളിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാധ്യമ പ്രവർത്തകർക്ക് മുൻപാകെ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംവേദിച്ച ശേഷം രാജിവെക്കുക. മുകളിൽ നിന്നുള്ള കർശനമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുലിന്റെ രാജി ഉണ്ടായിട്ടുള്ളത്. സാധാരണഗതിയിൽ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ പൊടുന്നനെ രാജിയിലേക്ക് പോയാൽ അത് പരോക്ഷമായി ആക്ഷേപങ്ങളെ അംഗീകരിക്കുക എന്നുള്ള വ്യാഖ്യാനങ്ങൾ വരാനുള്ള ഇടയുണ്ട്. അതിനാൽ തന്നെ അത്തരത്തിൽ ഒരു മുൻകൂട്ടി തയ്യാറാക്കി അല്ലെങ്കിൽ വന്ന ഉടൻ തന്നെ രാജിവെക്കാൻ ഒരു നേതാവും തയ്യാറാവുകയില്ല. പക്ഷേ രാഹുലിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ അടക്കം കർശന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുലിന്റെ രാജി എന്ന് വേണം VD സതീശന്റെ തുറന്നു പറച്ചിലും പ്രസ്താവനയിലൂടെയും കൂടി കണക്കിലെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. ആരോപണങ്ങൾ അനവധി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ 2 ദിവസമായി ഉയർന്നു വന്നിട്ടുണ്ട്. ചിലർ പ്രത്യക്ഷമായി മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തി, മറ്റു ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരണങ്ങൾ നടത്തി. ഇതിനൊന്നും കഴിയാത്ത ചിലർ രഹസ്യമായി ചില സന്ദേശങ്ങൾ, ചില ശബ്ദരേഖകൾ പുറത്തുവിടുന്നു. ചുരുക്കത്തിൽ പല കോണുകളിൽ നിന്നും രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരികയാണ്. ഒരാൾ ഒഴിച്ച്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട ഒരാൾ ഒഴിച്ച് ബാക്കി ആരും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പരാമർശിക്കുന്നില്ല എന്നതൊഴിച്ചാൽ സംശയത്തിൻ്റെ മുൾമുനയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വളരെ വ്യക്തമാണ്. തുറന്നു പറയാൻ തയ്യാറായിട്ടുള്ള നടിയായിട്ടുള്ള പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടം എന്നുള്ള പേര് പറഞ്ഞില്ല എങ്കിൽ പോലും ചില വ്യക്തമായ സൂചനകൾ നൽകുകയും പറയുന്നത്, ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നത് ആർക്കെതിരെയാണെന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകുന്നുമുണ്ട്. ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം ഇനിയെങ്കിലും നവീകരിക്കപ്പെടണമെന്നുള്ള അവരുടെ പ്രസ്താവനയിലൂടെ തന്നെ അത് കൂടുതൽ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് പലരും ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാവുകയാണ്. ഹണിയുടെയും അതോടൊപ്പം തന്നെ റിനിയുടെയും അടക്കമുള്ള വിഷയങ്ങളിൽ തൻ്റെ പേര്, റിനി ഉന്നയിച്ച വിഷയവും അതോടൊപ്പം തന്നെ ശബ്ദരേഖയിൽ വന്ന വിഷയങ്ങൾ അടക്കമുള്ളവ തനിക്കെതിരെ ഉയർന്നു നിൽക്കുമ്പോൾ തന്നെ തൻ്റെ പേര് എവിടെയും പരാമർശിക്കപ്പെട്ടിട്ടില്ല, ഏതെങ്കിലും വേദിയിൽ തനിക്കെതിരെ ഒരു പരാതി ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ആ ഒരൊറ്റ ന്യായം മാത്രം മുൻനിർത്തിക്കൊണ്ട് താൻ സംശയത്തിൻ്റെ നിഴലിലല്ല, ആരോപണ വിധേയൻ താനല്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് തൻ്റെ രാജി പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പരോക്ഷമായെങ്കിലും അദ്ദേഹം സംശയിക്കപ്പെടുന്നു എന്നുള്ള വിഷയം തുടക്കം മുതൽ അവസാനം വരെ അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അത് ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ്. കഴിഞ്ഞ രാത്രിയാണ് തിരുവനന്തപുരത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂർ നെല്ലിമുകളിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നത്. ഒപ്പം തന്നെ താൻ MLA വീട്ടിലില്ല എന്ന് പൊതുവെ ധാരണ പരത്തുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം സ്ഥിരമായി ഉപയോഗിക്കുന്ന MLA ബോർഡ് വെച്ച വാഹനം ഇവിടെ നിന്ന് സുഹൃത്തിൻ്റെ സമീപത്തുള്ള ഒരു വീട്ടിലേക്ക് മാറ്റിയിടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഏറെ നേരത്തെ ചർച്ചകൾക്കൊടുവിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന വീട്ടിൽ ഹൈക്കമാൻഡിൻ്റെ അടക്കം നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒടുവിൽ രാജിക്ക് സന്നദ്ധനാവുകയും അത്തരത്തിൽ ഏതെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയല്ല തൻ്റെ രാജി എന്ന് മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തെ അറിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് രാജി പ്രഖ്യാപിക്കുകയുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. അപ്പോഴും അദ്ദേഹത്തിൻ്റെതിരെ എന്ന് സംശയിക്കത്തക്ക തരത്തിൽ കൂടുതൽ ആളുകൾ, കൂടുതൽ തെളിവുകൾ ഒക്കെ തന്നെ പുറത്തേക്ക് വരികയാണ്. അപ്പോഴും അദ്ദേഹത്തിനെതിരെ ആരും തന്നെ രേഖാമൂലം പരാതിയുമായി രംഗത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ആശ്വസിക്കാൻ രാഹുലിന് വക നൽകുന്ന ഏക ഘടകം. യെസ്, അതാണ് അഭിലാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.